Dear students, welcome to English class. How are you? I hope you are safe at home. Unfortunately, coronavirus again made us indoors, but we don't lose our hope. We will overcome it. Let's start our class. Here, you can see the title of the first unit, Glimpses of Green. Do you know the meaning of glimpses of green? Glimpses of green means direct view of greenery, partial view of greenery, പച്ചപ്പിൻ്റെ നേർക്കാഴ്ചകൾ. Do you like greenery? Do you like nature? Yes, all of us like nature. We like to enjoy the beauty of the nature because nature makes our mind cool and relaxed. The first chapter of the first unit is Adventures in a Banyan Tree, written by Ruskin Bond. Adventures means സാഹസികതകൾ. Banyan tree means ആൽമരം. Adventures in a banyan tree, ആൽമരത്തിലെ സാഹസികതകൾ. It was written by Ruskin Bond, an Indian author, Indian writer. Here you are given a profile of Ruskin Bond and go through this profile and try to understand about the author in detail. Dear students, let's start our chapter. Adventures in a Banyan Tree is a short story written by Ruskin Bond. This short story tells us that nature is for all living beings. We should live in harmony with nature. Before starting this story, I would like to ask you, have you ever got a chance to spend your free time with nature? This short story talks about the experience of a boy with nature. The experience of a boy with nature. പ്രകൃതിയുമായിട്ടുള്ള ഒരു കുട്ടിയുടെ അനുഭവം, അതിനെക്കുറിച്ചിട്ടാണ് ഈ ഷോർട്ട് സ്റ്റോറി നമ്മളോട് പറയുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഫസ്റ്റ് പാരഗ്രാഫ്. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine, chiefly because grandfather at the age of 65 could no longer climb it. The speaker of the story, the narrator of the story, the boy, says that though the house and grounds of our home in India, ഇന്ത്യയിലെ ഞങ്ങളുടെ നാട്ടിലെ ഗ്രൗണ്ട്സ് മീൻസ് ലാൻഡ്സ്, സ്ഥലം, ഹൗസ്, വീട്, ഇന്ത്യയിലെ ഞങ്ങളുടെ നാട്ടിലെ സ്ഥലവും ആ വീടും ആ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ലൊക്കേറ്റ് ചെയ്യുന്ന വീടും were grandfather's domain. Domain means own, OWN means personal or belonging. അത് ഗ്രാൻഡ് സ്വന്തമാണെങ്കിലും ദോ എന്ന മീനിങ് വരുന്നത് അവിടെയാണ്. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ വർ ഗ്രാൻഡ്ഫാദേഴ്സ് ഡൊമൈൻ. ഇന്ത്യയിലെ ഞങ്ങളുടെ നാട്ടിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്ത്യയിലെ ഞങ്ങളുടെ നാട്ടിലെ സ്ഥലവും ആ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വീടും വേർ ഗ്രാൻഡ്ഫാദേഴ്സ് ഡൊമൈൻ. ഗ്രാൻഡ്ഫാദറിൻ്റെ കൈവശമാണെങ്കിലും ഗ്രാൻഡ്ഫാദറിൻ്റെ സ്വന്തമാണെങ്കിലും. ദ മെഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബാനിയൻ ട്രീ, ആ സെൻറ്റൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ദ മെഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബാനിയൻ ട്രീ. മെഗ്നിഫിഷ്യൻ്റ് മീൻസ് ഗ്രാൻഡ്, മഹത്തായിട്ടുള്ള, മഹനീയമായിട്ടുള്ള. മെഗ്നിഫിഷ്യൻ്റ് ഓൾഡ് ബാനിയൻ ട്രീ, ആ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മഹനീയമായിട്ടുള്ള പ്രായമുള്ള ആൽമരം, പഴക്കം ചെന്ന ആൽമരം വാസ് മൈൻ. മൈ മീൻസ് മൈ, പേഴ്സണൽ, അത് എൻ്റേതാണ്. ബോയ് പറയുന്നു, കുട്ടി പറയുന്നു. ചീഫ്ലി ബിക്കോസ്, പ്രധാനമായിട്ടും മെയിൻലി ദ റീസൺ ഈസ്, എന്താ അങ്ങനെ പറയാൻ, ആ ആൽമരം മാത്രം എൻ്റേത് എന്ന് പറയാൻ കാരണം എന്താ? ബിക്കോസ് ഗ്രാൻഡ്ഫാദർ ഹു ഈസ് അറ്റ് ദ ഏജ് ഓഫ് 65, 65 വയസ്സുള്ള ഗ്രാൻഡ്ഫാദറിന് കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്. ഹി ഈസ് നോട്ട് ഏബിൾ ടു ക്ലൈംബ് ഓൺ ദ ട്രീ. ആ ഗ്രാൻഡ്പക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല? ആൽമരത്തിൽ കയറാൻ കഴിയില്ല. ദാറ്റ്സ് വൈ ദ ട്രീ ബിലോങ് ടു മീ. കുട്ടി പറയുന്നു, ആൽമരം തീർച്ചയായിട്ടും എൻ്റേതാണ്. ഗ്രാൻഡ് മദർ യൂസ് ടു ടീസ് ഹിം അബൌട്ട് ദിസ്. ഗ്രാൻഡ് പേ അത് പറഞ്ഞുകൊണ്ട് കളിയാക്കുമായിരുന്നു. എന്തു പറഞ്ഞുകൊണ്ട്? ഗ്രാൻഡ് പാ ഈസ് നോട്ട് ഏബിൾ ടു ക്ലൈംബ് ദ ട്രീ. ആ മരത്തിൽ കയറാൻ കഴിയില്ല എന്ന ഗ്രാൻഡ് പേയുടെ കഴിവുകേടിനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു ആര്? ഗ്രാൻഡ്മ. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സർട്ടൻ കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്, ആൻ ഇംഗ്ലീഷ് വുമൺ. ആൻഡ് വുഡ് സ്പീക്ക്, ഗ്രാൻഡ്മ പറയുമായിരുന്നു, ഓഫ് എ സർട്ടൻ, ഓഫ് സം കൗണ്ടസ് ഓഫ് ഡെസ്മോണ്ട്. കൗണ്ടസ് മീൻസ് ക്യൂൻ, രാജ്ഞി. എവിടെയുള്ള രാജ്ഞി? ഓഫ് ഡെസ്മോണ്ട്. ഡെസ്മോണ്ട് ഐറിഷ് കിങ്ഡമാണ്.
Irish kingdom. Name of a country ruled by Irish king. ഓക്കെ, അപ്പോൾ ഡെസ്മോണ്ട് എന്ന് പറയുന്ന രാജവംശത്തിലെ ഒരു രാജ്ഞിയെക്കുറിച്ചിട്ട് ആര് പറയുമായിരുന്നു? ഗ്രാൻഡ്മ പറയുമായിരുന്നു. ആൻഡ് വുഡ് സ്പീക്ക്, ഗ്രാൻഡ്മ സംസാരിക്കുമായിരുന്നു. ഓഫ് എ സർട്ടൻ കൗണ്ടസ്, ഒരു രാജ്ഞിയെക്കുറിച്ചിട്ട്. ഓഫ് ഡെസ്മോണ്ട് പരമ്പരയിലെ, ഡെസ്മോണ്ട് രാജവംശത്തിലെ ആരാണത്? ആ രാജ്ഞി ആരാണ്? ആൻ ഇംഗ്ലീഷ് വുമൺ ഹൂ, ഒരു ഇംഗ്ലീഷ് സ്ത്രീയാണ്, ഇംഗ്ലണ്ടുകാരിയായൊരു സ്ത്രീയാണ്. ഹൂ ലിവ്ഡ്, ആ സ്ത്രീ ജീവിച്ചു, ആ രാജ്ഞി ജീവിച്ചു ടു ദ ഏജ് ഓഫ് 117, 117 വയസ്സ് വരെ. ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ്, ആ രാജ്ഞി ജീവിക്കുമായിരുന്നു ലോങ്ങർ, അതിലും കൂടുതൽ കാലം. ഇഫ് ഷീ ഹാഡൻറ്റ് ഫാളൻ, അവർ വീണിട്ടില്ലായിരുന്നുവെങ്കിൽ. വൈൽ ക്ലൈംബിങ്, കയറുന്നതിനിടയിൽ. ആൻ ആപ്പിൾ ട്രീ, തൻ്റെ കൊട്ടാരത്തിലെ അല്ലെങ്കിൽ തൻ്റെ കൊട്ടാരമുറ്റത്തെ ആപ്പിൾ മരത്തിൽ കയറുന്നതിനിടയിൽ വീണിട്ടില്ലായിരുന്നുവെങ്കിൽ അതിൽ കൂടുതൽ കാലം ജീവിക്കുമായിരുന്നു എന്ന വസ്തുത പറഞ്ഞുകൊണ്ട്, എന്ന കാര്യം ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് ഗ്രാൻഡ് പേയെ കളിയാക്കുമായിരുന്നു. The spreading branches of the banyan tree, which curved to the ground and it took root again, forming a maze of arches, gave me endless pleasure. Now, the boy talks about the banyan tree that existed in grandpa's place, in grandpa's ground. ഗ്രാൻഡ്പയുടെ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആൽമരത്തിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് ആര് പറയുന്നത്? കുട്ടി പറയുന്നത്. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ, ആൽമരത്തിൻ്റെ പരന്നു കിടക്കുന്ന കൊമ്പുകൾ. ബ്രാഞ്ചസ് മീൻസ് ചില്ലകൾ. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബാനിയൻ ട്രീ, ആൽമരത്തിൻ്റെ പരന്നു കിടക്കുന്ന ചില്ലകൾ. വിച്ച് കേർവ്ഡ് ടു ദ ഗ്രൗണ്ട്, ദാറ്റ് ബ്രാഞ്ചസ് കേർവ്ഡ് ടു ദ ഗ്രൗണ്ട്, ആ കൊമ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഭൂമിയിലേക്ക് വളഞ്ഞു നിൽക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ടുക്ക് റൂട്ട് അഗെയിൻ, എന്നിട്ട് വീണ്ടും ഭൂമിയിലേക്ക് താഴ്ന്നു പോയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വേരുകൾ ഉറപ്പിച്ചിട്ടുണ്ട്, വേരുകൾ ഉണ്ടായിട്ടുണ്ട്. ഫോമിങ്, അങ്ങനെയുള്ള ആ ഒരു ആൽമരത്തിൻ്റെ പ്രത്യേകതകൾ അല്ലെങ്കിൽ ആ വേരുകൾ, ആ ബ്രാഞ്ചസ് എന്ത് ചെയ്യുന്നുണ്ട്? ഫോമിങ്, എ മെയ്സ്, ഫോമിങ്, ക്രിയേറ്റിംഗ്, അത് ഉണ്ടാക്കുന്നുണ്ട്. എ മെയ്സ് ഓഫ് ആർച്ചസ്. മെയ്സ് ഓഫ് ആർച്ചസ് മീൻസ് കൺഫ്യൂസ്ഡ് ആർച്ചസ്, കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള എക്സൈറ്റിംഗ് ആയിട്ടുള്ള കമാനങ്ങൾ പോലെ ആ വേരുകൾ കാണപ്പെടുന്നുണ്ട്. ഓൾ ദീസ് ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള ആൽമരത്തിൻ്റെ പരന്നു കിടക്കുന്ന കമാനങ്ങൾ പോലെ വളഞ്ഞു നിൽക്കുന്ന ആ വേരുകളും ആ കൊമ്പുകളൊക്കെ ആ ചില്ലകളൊക്കെ ഗേവ് മീ, ദ ബോയ് സേസ് ദാറ്റ്, കുട്ടി പറയുന്നു, ഗേവ് മീ, എനിക്ക് നൽകി, എൻഡ്ലെസ് പ്ലഷർ, എൻഡ്ലെസ് ഹാപ്പിനെസ്, അവസാനമില്ലാത്ത സന്തോഷം ആ ആൽമരം നൽകി, അതിൻ്റെ പ്രത്യേകതകൾ നൽകി. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ആ ആൽമരം, ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്, ഗ്രാൻഡ്പയുടെ വീടിനേക്കാൾ പ്രായമുണ്ടായിരുന്നു ആ മരത്തിന്. ഓൾഡർ ദാൻ ഗ്രാൻഡ്ഫാദറിനേക്കാൾ പ്രായമുണ്ടായിരുന്നു. ആസ് ഓൾഡ് ആസ് എ ടൗൺ ഓഫ് ഡെറ എന്ന് പറയുന്ന ടൗണിനേക്കാൾ പ്രായമുണ്ടായിരുന്നു. നെസ്ലിംഗ് that town, Dera, the town is locating, ആ ഡെറ എന്ന് പറയുന്ന ഡെറ എന്ന് പറയുന്ന ടൗണ് ലൊക്കേറ്റ് ചെയ്യുന്നു, സ്ഥിതി ചെയ്യുന്നു ഇൻ എ വാലി, താഴ്വരയിൽ, അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്, അറ്റ് ദ ബോട്ടം ഓഫ് ദ ഹിമാലയാസ്, ഹിമാലയ പർവ്വതത്തിന് തൊട്ട് താഴെയുള്ള ഒരു താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഡെറ എന്ന് പറയുന്ന ടൗണിനേക്കാൾ പ്രായമുണ്ടായിരുന്നു ആ ആൽമരത്തിന്. സോ ദാറ്റ് ബാനിയൻ ട്രീ gave the boy endless happiness. Second paragraph. My first friend and familiar was a small grey squirrel. The boy got a new friend from the banyan tree. It was a small grey squirrel. ഒരു ചെറിയ ഗ്രേ നിറത്തിലുള്ള ഒരു അണ്ണാനായിരുന്നു അവന് ആൽമരത്തിൽ വെച്ച് കിട്ടിയ അവൻ്റെ ആദ്യത്തെ സുഹൃത്ത്. Arching his back and sniffing into the air. It was the reaction of the squirrel when he saw the boy for the first time. ആദ്യമായിട്ട് ബോയിയെ സ്ക്യൂരൽ കണ്ടപ്പോൾ അവൻ്റെ പ്രതികരണം എന്തായിരുന്നു? ആച്ചിങ് ഹിസ് ബാക്ക്. ആച്ചിങ് മീൻസ് ടു മേക്ക് ഹിസ് ബോഡി, ടു ബെൻഡ് ഹിസ് ബോഡി ലൈക്ക് ആൻ ആർച്ച്. ഒരു ആർച്ച് പോലെ അവൻ്റെ പിൻഭാഗം അവൻ വളച്ചു, മേൽപോട്ട് ഉയർത്തി. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ മീൻസ് റിലീസിങ് ദ എയർ ത്രൂ ദ നോസ്. അവൻ്റെ മൂക്കിലൂടെ അവനൊരു ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അവൻ ശ്വാസം വിട്ടു. സ്നിഫിങ് ഇൻ ടു ദ എയർ. ഇറ്റ് വാസ് എ റിയാക്ഷൻ ഓഫ് ദ സ്ക്യൂരൽ വെൻ ഹി സോ ദ ബോയ് ഫോർ ദ ഫസ്റ്റ് ടൈം. ബോയിയെ കണ്ടപ്പോൾ അവൻ്റെ പ്രതികരണമായിരുന്നു, ബോഡിലി ജസ്റ്റേഴ്സ് ആയിരുന്നു ഇതൊക്കെ. അത് കണ്ടപ്പോൾ ബോയ്ക്ക് മനസ്സിലായി എന്ത്? ഹീ സീംഡ്, ദ ബോയ് ഫെൽറ്റ്, കുട്ടിക്ക് തോന്നി, അറ്റ് ഫസ്റ്റ്,
ആദ്യം to resent my invasion of his privacy. The squirrel did not like his entry to the banyan tree. ആൽമരത്തിലേക്കുള്ള അവൻ്റെ പ്രവേശനം അവൻ ആ സ്ക്യുരലിന് ഇഷ്ടപ്പെട്ടില്ല എന്നവന് തോന്നി. ഓക്കെ, ആച്ചിങ് ഹിസ് ബാക്ക്, അവൻ്റെ പിൻവശം എന്ത് ചെയ്തു? പിൻവശം മുകളിലേക്ക് ഉയർത്തി, അവൻ്റെ പുറം ഭാഗം മുകളിലേക്ക് അവൻ ഉയർത്തി. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ, റിലീസിങ് ദ എയർ ത്രൂ ദ നോസ്. ഹീ സീംഡ്, അങ്ങനെ ചെയ്ത് അവനെ തോന്നി. അറ്റ് ഫസ്റ്റ്, ആദ്യം എന്ത്? ടു റിസെൻറ്റ് മീൻസ് ഡിസ്ലൈക്ക്, അവൻ ഇഷ്ടപ്പെട്ടില്ല എന്ന്. മൈ ഇൻവേഷൻ, കുട്ടി പറയുന്നു മൈ എൻട്രി, എൻ്റെ പ്രവേശനം. ഓഫ് ഹിസ് പ്രൈവസി, അവൻ്റെ സ്വകാര്യതയിലേക്ക്, ആൽമരത്തിലേക്ക്. ബട്ട് വെൻ ഹീ ഫൗണ്ട് ദാറ്റ്, ബട്ട് ലേറ്റർ വെൻ ദ സ്ക്യുരൽ അണ്ടർസ്റ്റുഡ് ദാറ്റ്, സ്ക്യുരൽ മനസ്സിലാക്കിയപ്പോൾ, ദാറ്റ് എന്ത്? ഐ ഡിഡ് നോട്ട് ആം മൈ സെൽഫ്, ഐ ഡിഡ് നോട്ട് ഹേർട്ട്, ഞാൻ അവനെ ഉപദ്രവിക്കുകയില്ല. ഹേർട്ട്, HURT, ഹേർട്ടാണ്. ആം എന്ന് പറഞ്ഞാൽ ഉപദ്രവിക്കുക. ഐ ഡിഡ് നോട്ട് ആം മൈ സെൽഫ്, ഞാൻ സ്ക്യുരലിനെ ഉപദ്രവിക്കുകയില്ല എന്ന് അവൻ മനസ്സിലാക്കിയപ്പോൾ, ഹൗ? വിത്ത് എ കാറ്റപ്പൾട്ട്, യൂസിങ് എ കാറ്റപ്പൾട്ട്, ഒരു കവണ അല്ലെങ്കിൽ ഒരു തെറ്റാലി ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവനെ ഉപദ്രവിക്കുകയില്ല. ഓർ എയർ ഗൺ, അല്ലെങ്കിൽ എയർ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ അവനെ ഉപദ്രവിക്കുകയില്ല എന്ന് സ്ക്യുരൽ മനസ്സിലാക്കിയപ്പോൾ, വാട്ട് വാസ് റിസൾട്ട്? ഹി ബിക്കെയിം ഫ്രണ്ട്ലിയർ. ദ സ്ക്യുരൽ ബിക്കെയിം ദ ഫ്രണ്ട് ഓഫ് ദ ബോയ്, കുട്ടിയുടെ ഫ്രണ്ടായിട്ട് മാറി. And when I started leaving him pieces of cake and biscuit, and after that the boy gave the squirrel pieces of cake and biscuit, he became bolder. ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ, ബിസ്ക്കറ്റിൻ്റെയും കേക്കിൻ്റെയും കഷ്ണങ്ങളൊക്കെ കൊടുത്തപ്പോൾ, he grew bolder. സ്ക്യുരൽ എന്തായി? ബോൾഡറായി, ഉഷാറായി വളർന്നു. And finally became familiar enough to take food from my hands, and they became close friends. The boy and the squirrel became close friends. വളരെ നല്ല അടുത്ത സുഹൃത്തുക്കളായി മാറി. ഫൈനലി, അവസാനം, became familiar enough, എന്നോട് വളരെയധികം പരിചയമുള്ളവനായി തീർന്നു. ടു ടേക്ക് ഫുഡ്, ഭക്ഷണം എടുത്ത് കഴിക്കാൻ, ഫ്രം മൈ ഹാൻഡ്സ്, എൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ കുട്ടിയുടെ കയ്യിൽ നിന്ന് സ്ക്യുരൽ ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. സോ അത് എത്രത്തോളം അവർ ക്ലോസ് ഫ്രണ്ട്സായി എന്ന് കാണിക്കുന്ന സെൻറ്റൻസാണ്. ദേ ബിക്കെയിം വെരി ക്ലോസ് ഫ്രണ്ട്സ്. Before long means soon or quickly. Squirrel was delving. Delving means searching, തിരയുക. Into my pockets. So they became very close friends. Squirrel and the boy became intimate friends. So before long, immediately he was delving into my pockets. The squirrel was searching into my pockets for food and helping himself. Helping himself means to serve oneself എന്നാണ്. സ്വയം എടുത്ത് കഴിക്കുക എന്നുള്ളതാണ്. സോ ബിഫോർ ലോങ്, വളരെ പെട്ടെന്ന്, ഹി വാസ് ഡെൽവിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്. സ്ക്യുരൽ എന്ത് ചെയ്യാൻ തുടങ്ങി? എൻ്റെ പോക്കറ്റുകളിൽ ഭക്ഷണത്തിന് വേണ്ടി സെർച്ച് ചെയ്യാൻ തുടങ്ങി, തിരയാൻ തുടങ്ങി. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫ്, എന്നിട്ട് എന്ത് ചെയ്യും? അവൻ സ്വയം എടുത്ത് കഴിക്കും. ടു വാട്ട് എവർ ഹി കുഡ് ഫൈൻഡ്, എന്താണോ എൻ്റെ പോക്കറ്റിൽ അവന് കണ്ടെത്താൻ കഴിയുന്നത് അത് അവൻ എടുത്ത് കഴിക്കും. ഹെൽപ്പിംഗ് ഹിംസെൽഫ് മീൻസ് ടു സെർവ് വൺ സെൽഫ് എന്നാണ് അതിൻ്റെ മീനിങ് കേട്ടോ. ഓക്കെ, ഹി വാസ് എ വെരി യങ് സ്ക്യുരൽ. വളരെ ചെറിയ പ്രായമുള്ള ഒരു സ്ക്യുരലായിരുന്നു അവൻ. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട് ഹിം ഹെഡ് സ്ട്രോങ് ആൻഡ് ഫൂളിഷ് ഫോർ ട്രസ്റ്റിംഗ് ഹ്യൂമൻ. ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് പ്രോബബ്ലി തോട്ട്, അവൻ്റെ സുഹൃത്തുക്കളും അവൻ്റെ ബന്ധുക്കളും ചിന്തിക്കാൻ സാധ്യതയുണ്ട്, ഹിം, അവനെ കുറിച്ചിട്ട്, ഹെഡ് സ്ട്രോങ് മീൻസ് സ്റ്റബോൺ, ഒരു തന്നിഷ്ടക്കാരനാണ്, സ്വന്തം കാര്യങ്ങൾ തീരുമാനിക്കുന്നവനാണ്. ആൻഡ് ഫൂളിഷ്, വിഡ്ഢിയാണ് എന്നവനെക്കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഫോർ ട്രസ്റ്റിംഗ് എ ഹ്യൂമൻ, ഫോർ ബിലീവിങ് എ ഹ്യൂമൻ, ഒരു മനുഷ്യനെ വിശ്വസിച്ചതിന് വേണ്ടി. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇൻ ദ സ്പ്രിംഗ് സീസൺ when the banyan tree was full of small red figs. In the spring season, the banyan tree was full of small red fruits named figs. സ്പ്രിംഗ് സീസണിൽ ആൽമരത്തിൽ മുഴുവനായിട്ട് ചെറിയ ചുമന്ന പഴങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിൻ്റെ പേരാണ് ഫിഗ്സ്. അപ്പോൾ സ്പ്രിംഗ് സീസണിൽ ആൽമരത്തിൽ ഈ പഴങ്ങൾ നിറയുമ്പോൾ അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് അവിടെ താഴെ കാണാൻ കഴിയുന്നുണ്ട്. ഫിഗ്സ്, ആൽമരത്തിലെ ഫ്രൂട്ട്സ് ഇൻ ദ ബാനിയൻ ട്രീ, ദാറ്റ് യു ക്യാൻ സീ ഇൻ ദ വീഡിയോ. Okay, so in the spring season, the banyan tree was full of small red figs. ആൽമരത്തിൽ മുഴുവനായിട്ടും നിറയെ ഈ ചുവന്ന പഴങ്ങൾ ഉണ്ടാകുമ്പോൾ,
Birds of all kinds would flock into its branches. All types of birds come in groups into its branches. ആ ആൽമരത്തിൻ്റെ കൊമ്പുകളിലേക്ക് എല്ലാ വിഭാഗത്തിലും പെട്ട പക്ഷികൾ കൂട്ടത്തോടുകൂടി പറന്നു വരും. ഫ്ലോക്ക് മീൻസ് കമ്മിങ് ഗ്രൂപ്പ്സ്, ഫ്ലൈയിങ് ഗ്രൂപ്പ്സ്, കൂട്ടത്തോടുകൂടി പറന്നു വരിക എന്നാണ് ഫ്ലോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, എല്ലാ കാറ്റഗറിയിലും പെട്ട, എല്ലാ വിഭാഗത്തിലും പെട്ട പക്ഷികൾ വുഡ് ഫ്ലോക്ക്, പറന്നു വരും. ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, ബ്രാഞ്ചസ് മീൻസ് കൊമ്പുകൾ, ആ ആൽമരത്തിൻ്റെ കൊമ്പുകളിലേക്ക് പറന്നു വരും. ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ട പക്ഷികളാണ് വരിക? എക്സാമ്പിൾ ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ. യു ക്യാൻ സീ ദ ഇമേജ് ഓഫ് ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ. താഴെ കാണാൻ കഴിയുന്നുണ്ട് ഫസ്റ്റ് പിക്ചർ. ദെൻ ചിയർഫുൾ ആൻഡ് ഗ്രീഡി, ചിയർഫുൾ, ഹാപ്പി ആൻഡ് ഗ്രീഡി. റെഡ് ബോട്ടംഡ് ബുൾബുളിനെ കുറിച്ച് പറയുന്നു, ഹൗ ചിയർഫുൾ ആണ്, ഹാപ്പിയാണ്, ഗ്രീഡിയാണ്. സെക്കൻഡ് ബേർഡ് പറയുന്നു ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സ്. അതിൻ്റെ ഇമേജും അവിടെ രണ്ടെണ്ണമായിട്ട് കൊടുത്തിട്ടുണ്ട്. സെയിം രണ്ട് ചിത്രം കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ബേർഡ് തന്നെയാണത് കേട്ടോ. ഗോസിപ്പിംഗ് റോസി പാസ്റ്റേഴ്സിൻ്റെ ഒരു ഇമേജാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ മറ്റുള്ള പക്ഷികൾ ഏതൊക്കെയാണ്? പാരറ്റ്സ്, തത്തകൾ, ക്രോസ്, കാക്കകൾ, ഇവകളൊക്കെ ഓൾ ദീസ് ടൈപ്സ് ഓഫ് ബേർഡ്സ് ആർ കമ്മിങ് ഇൻ ടു ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ ആൻഡ് സ്ക്വാബ്ലിംഗ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? വാട്ട് ആർ ദി ഡൂയിങ്? സ്ക്വാബ്ലിംഗ് മീൻസ് മേക്കിംഗ് നോയ്സ്, ശബ്ദമുണ്ടാക്കുന്നു. വിത്ത് ഈച്ച് അതർ, പരസ്പരം. ഓൾ ദ ടൈം മീൻസ് ഓൾവേസ്, എല്ലായ്പ്പോഴും ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ദേ ആർ ഓൾവേസ് മേക്കിംഗ് നോയ്സ് സിറ്റിംഗ് ഓൺ ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ ഡ്യൂറിങ് ദ ഫിക്സ് സീസൺ. ഡ്യൂറിങ് ദിസ് സീസൺ, ഈ പഴങ്ങൾ ഉണ്ടാകുന്ന സീസണിൽ, ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്. ആ വഴിയരികിൽ ഏറ്റവും ശബ്ദമുള്ളൊരു സ്ഥലമായിരിക്കുമെന്ന് ആ ആൽമരം.